അരുണേട്ടാ, നമ്മളിനി എന്നാ കാണുക? എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അടുത്ത ആഴ്ച നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? അവിടെ വെച്ചാകുമ്പോൾ ഇരുട്ടിൽ നമ്മളെ ആരും അറിയില്ല. അല്ലാതെ റോഡിൽ വെച്ചൊക്കെ കണ്ടാൽ പരിചയമുള്ള ആരെങ്കിലും കണ്ടാൽ ആകെ സീനാകും. ഒട്ടൊരു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അരുൺ പറഞ്ഞു. ആരെങ്കിലും കണ്ടാൽ നമ്മുടെ കല്യാണം വേഗം നടക്കുമല്ലോ. കുസൃതിയോടെ അവൾ മുഴിഞ്ഞു. നിനക്കത് പറയാം. അച്ഛനെങ്ങാനും ഇപ്പോഴേ നമ്മുടെ ബന്ധം അറിഞ്ഞാൽ എന്നെ അങ്ങ് കൊല്ലും. ആദ്യം ഒരു ജോലി കിട്ടി സെറ്റാവട്ടെ ഞാൻ, എന്നിട്ട് മതി കല്യാണം. അച്ഛൻ്റെ ചിലവിൽ ജീവിക്കുമ്പോൾ എനിക്ക് അച്ഛനെ പേടിച്ചേ പറ്റൂ. അതുകൊണ്ട് വേണ്ടാത്തതൊന്നും മനസ്സിൽ തോന്നണ്ട. ഓ ആയിക്കോട്ടെ. എന്നത്തേക്കാ ടിക്കറ്റ് ബുക്ക് ചെയ്യണേ? ഞാനൊന്ന് സൈറ്റ് നോക്കട്ടെ, എന്നിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. ഓക്കെ. ചിരിയോടെ അശ്വതി ഫോൺ കട്ട് ചെയ്തു. അശ്വതി ഡിഗ്രി 3ാം വർഷ വിദ്യാർത്ഥിനിയാണ്. അരുൺ അവളുടെ സീനിയർ ആയിരുന്നു. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് PSC ക്ലാസ്സും മറ്റുമായി ജോലിക്കുള്ള ശ്രമമാണ്. രണ്ടാളും കോളേജിൽ വെച്ചുള്ള പരിചയമാണ്. കാണാൻ സുന്ദരനും സുമുഖനും സ്മാർട്ടുമായ അരുണിനെ ആദ്യ കാഴ്ചയിൽ തന്നെ അശ്വതിക്ക് ഇഷ്ടമായി. അവളാണ് അവനെ അങ്ങോട്ട് പ്രപ്പോസൽ ചെയ്തതും. റിജക്ഷൻ പ്രതീക്ഷിച്ചാണ് അശ്വതി അരുണിന് പ്രപ്പോസ് ചെയ്തതെങ്കിലും അവൻ്റെ യെസ് എന്നുള്ള മറുപടി അവളെ അത്ഭുതപ്പെടുത്തി. അശ്വതി ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തപ്പോൾ അരുൺ 3rd ഇയർ ആയിരുന്നു. ഓരോ വർഷം അവർ ക്യാമ്പസിൽ ആരും അറിയാതെ ആ പ്രണയം സൂക്ഷിച്ചു. അരുണിൻ്റെ നിർബന്ധമായിരുന്നു തങ്ങളുടെ ബന്ധം ആരും അറിയരുത് എന്ന്. അശ്വതി അത് അനുസരിക്കുകയും ചെയ്തു. കോളേജ് കഴിഞ്ഞ് അരുൺ പോയിട്ടും അവരുടെ ബന്ധം തുടർന്നു. ടൗണിലെ കോഫി ഷോപ്പിലും തിരക്കുള്ള മാളിലും വീക്കെൻഡിൽ അവർ ഇടയ്ക്കിടെ കണ്ടുമുട്ടാറുണ്ട്. അശ്വതിക്ക് അരുണിനോട് ആത്മാർത്ഥമായ സ്നേഹമാണെങ്കിലും അരുണിന് തിരിച്ച് അങ്ങനെ ഇല്ലാത്തതുപോലെ അവൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. എല്ലാം അവൻ്റെ ടെൻഷൻ കൊണ്ടാകുമെന്ന് അവൾ കരുതി. അരുൺ അത്യാവശ്യം സമ്പത്തുള്ള വീട്ടിലെ കുട്ടിയാണ്. അശ്വതി ഒരു ഇടത്തരം കുടുംബത്തിലെ ഇളയ മകളാണ്. അശ്വതിക്ക് സ്വന്തമായി ഒരു ചേച്ചിയും അമ്മയുമാണ്. ചേച്ചി PGക്ക് പഠിക്കുന്നു. അച്ഛൻ മരിച്ചു പോയതിനാൽ അമ്മ തുണിക്കടയിൽ സെയിൽസ് ഗേളായി പോയിട്ടാണ് കുടുംബം നോക്കുന്നത്. അരുണിൻ്റെ അച്ഛന് ബിസിനസ്സാണ്, അമ്മ ടീച്ചറും. ഒരു ചേച്ചി ഉള്ളത് കല്യാണം കഴിച്ച് അമേരിക്കയിലാണ്. അത്രയും വലിയ വീട്ടിൽ തന്നെ സ്വീകരിക്കുമോ എന്നൊക്കെ ഓർത്ത് അശ്വതി ആകുലപ്പെടാറുണ്ട്. ശനിയാഴ്ച അരുണും അശ്വതിയും മാളിലെ തിയേറ്ററിൽ വെച്ച് കണ്ടുമുട്ടി. ഓരോ തവണ അവളെ കാണുമ്പോഴും ആദ്യമായി അവനെ കാണുന്നത് പോലെയാണ് അവൾ അവനെ നോക്കി നിൽക്കുന്നത്. അരുണേട്ടാ, ഇപ്പോൾ എന്താ എന്നെ കാണാൻ വരാൻ ഒരു താല്പര്യമില്ലാത്തതുപോലെ? എത്ര വട്ടം വിളിച്ചാലാ ഒന്ന് കാണാൻ വരുന്നത്? പരിഭവത്തിൽ അവൾ ചോദിക്കുമ്പോൾ അരുൺ ഗൗരവം പൂണ്ടു. നീ വിളിക്കുമ്പോൾ ഓടി വരാനൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് ക്ലാസ് ഉള്ളതല്ലേ, എക്സാംസ് വരുന്നുണ്ട്, അതിന് പ്രിപ്പയർ ചെയ്യണ്ടേ. നിനക്കതൊന്നും അറിയണ്ടല്ലോ. ആയിക്കോട്ടെ, ഇനി ഞാനിങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നില്ല. അവനോട് കിറിവിച്ചവൾ സ്ക്രീനിലേക്ക് മുഖം തിരിച്ചു. ചുറ്റും ലൈറ്റുകൾ ഓഫായി. മുന്നിലെ സ്ക്രീനിൽ ദൃശ്യങ്ങൾ തെളിഞ്ഞു തുടങ്ങി. ഒരു പക്കാ റൊമാൻറ്റിക് മൂവി ആയിരുന്നു. നായകൻ്റെയും നായികയുടെയും ലിപ് ലോക്ക് സീൻ കണ്ട് അശ്വതി നഖം കടിച്ചിരിക്കുമ്പോഴാണ് അരുണിൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നത്. ഇത് ആദ്യമായല്ലെങ്കിലും അവൻ്റെ ഓരോ സ്പർശനത്തിലും അവൾ തളർന്നു പോകാറുണ്ട്. ഇതിന് മാത്രം ഒരു കുറവുമില്ലല്ലോ. പിണങ്ങല്ലേ അച്ചു? അരുൺ അവളുടെ മുഖം തിരിച്ചുമെല്ലെ അവളുടെ ചുണ്ടിൽ ചുംബിച്ചു. AC-യുടെ കുളിരിലും അശ്വതി വിയർത്ത് കുളിച്ചു. അവളവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. മൃദുലമായ അവളുടെ മാരടങ്ങൾ നെഞ്ചിൽ ഉരസിയപ്പോൾ അരുണിന് വികാരമടക്കാനായില്ല. മെല്ലെ മെല്ലെ അവൻ്റെ കൈകൾ അവളുടെ മാറിലേക്കിഴഞ്ഞു. ഒപ്പം അവളുടെ മുഖത്തും കഴുത്തിലുമെല്ലാം അവൻ്റെ ചുണ്ടുകൾ മുത്തമിട്ടുകൊണ്ടിരുന്നു. അരുണിൻ്റെ കരുത്തുറ്റ കരങ്ങൾ നെഞ്ചിൽ അമർന്നതും ഏക്കത്തോടെ അവൾ പൊള്ളിപ്പിടഞ്ഞു. വിറയലോടെ അശ്വതി അവനിൽ പറ്റിച്ചേർന്നു. അവസരം കിട്ടുമ്പോഴൊക്കെ ഒന്ന് ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുമെങ്കിലും ഇതൊക്കെ അശ്വതിക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു. പക്ഷെ അരുണിനെ സംബന്ധിച്ച് അവൻ കണ്ട അനേകം പെണ്ണുങ്ങളിൽ ഒരാൾ മാത്രമായിരുന്നു അവളും. അശ്വതിയുടെ നെഞ്ചിടിപ്പ് കൂടി. ചെയ്യുന്നത് തെറ്റാണെന്നറിയാമെങ്കിലും അവനെ തടയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൻ്റെ സ്നേഹം ലഭിക്കാൻ അശ്വതി എന്തിനും തയ്യാറായിരുന്നു. മാൻപേട കണക്കെ അവൾ അരുണിൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കിടന്നു. അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ അങ്ങിങ്ങോളം എന്തിനൊക്കെയോ വേണ്ടി അലഞ്ഞു തിരിഞ്ഞു. കിട്ടിയ അവസരം അരുൺ നന്നായി മുതലെടുക്കുകയാണെന്ന് അവൾക്കൊട്ട് മനസ്സിലായതുമില്ല. പുതുതായി അനുഭവിക്കുന്ന ആ സുഖത്തിൽ അശ്വതി മറ്റെല്ലാം മതിമറന്നു. അരുണേട്ടൻ ഇന്നലെ എന്തൊക്കെയാ ചെയ്തത്? നമ്മൾ ചെയ്തതൊക്കെ തെറ്റല്ലേ ഏട്ടാ? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് വേഗം ജോലിക്ക് കയറി എന്നെ കെട്ടിക്കോ. ഇനിയും കാത്തിരിക്കാൻ എനിക്ക് വയ്യ. ഇതൊക്കെ ലവേഴ്സ് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. ആദ്യമായതുകൊണ്ടാണ് നിനക്കിങ്ങനെ. കുറച്ച് കഴിഞ്ഞ് നിനക്കെല്ലാം ശീലമായിക്കൊള്ളും. അവൻ്റെ മറുപടി അവൾക്കൊട്ടും തൃപ്തി നൽകിയില്ല.
പക്ഷെ അതിനുശേഷം അരുൺ മെല്ലെ മെല്ലെ അവളിൽ നിന്ന് അകലം പാലിച്ചു തുടങ്ങി. അവൾ വിളിച്ചാൽ എടുക്കില്ല, മെസ്സേജ് നോക്കില്ല. അശ്വതിക്ക് അവൻ്റെ അവഗണന സഹിക്കാനായില്ല. ഒരു ദിവസം കോളേജ് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ അരുൺ ഒരു പെണ്ണിൻ്റെ കൂടെ കെട്ടിപ്പിടിച്ചിരുന്ന് ബൈക്കിൽ പോകുന്നത് അവൾ കണ്ടു. അന്ന് അവൾ അരുണിൻ്റെ ഫോണിലേക്ക് നിർത്താതെ വിളിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ശല്യം സഹിക്കാതെ അവന് കോൾ എടുക്കേണ്ടി വന്നു. എന്താ നിനക്ക് വേണ്ടത്? എനിക്ക് ഒരുപാട് ജോലി ഉണ്ടെന്ന് നിനക്ക് അറിയാലോ. വെറുതെ വിളിച്ച് ശല്യം ചെയ്യരുത് തന്നെ. ആവശ്യമുള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. നിങ്ങളെ തിരക്കെനിക്ക് മനസ്സിലായി. ആരായിരുന്നു ഇന്ന് ബൈക്കിൽ കൂടെ ഉണ്ടായിരുന്നത്? ഹോ, അത് നീ കണ്ടോ? കണ്ടു. അത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ, എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അനിയത്തി. അടുത്ത മാസം ഞങ്ങളുടെ കല്യാണമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അമേരിക്കയ്ക്ക് പോകും. അപ്പോൾ മനഃപൂർവ്വം എന്നെ ചതിച്ചതല്ലേ? അല്ലേ തന്നെ. നിന്നെപ്പോലെയുള്ള പെണ്ണുങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? നീ എന്നെപ്പോലെ എത്ര പേർക്ക് മുന്നിൽ ഇങ്ങനെ നിന്നു കൊടുത്തെന്ന് ആർക്കറിയാം? അരുണേട്ടാ, അങ്ങനെയൊന്നും പറയരുത്. നിന്നെപ്പോലെ കാൽ കാശിന് ഗതിയില്ലാത്തവളെ കെട്ടി എൻ്റെ ജീവിതം കളയാൻ ഞാനില്ല. പൗർണമിയെ കെട്ടിയാൽ നല്ല സ്ത്രീധനവും കിട്ടും, അമേരിക്കയിൽ നല്ല സാലറിയിൽ ജോലിയുണ്ട്. നിന്നെപ്പോലെ ഉള്ളതിനെ കെട്ടി ജീവിതം തുലയ്ക്കാൻ ഞാനില്ല. എന്നെ ചതിക്കായിരുന്നു ഉദ്ദേശമെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ തൊട്ടത്? നിന്റെ കൂടെ സമ്മതത്തോടെ തന്നെയല്ലേ ഞാൻ തൊട്ടത്. നീ വിളിക്കുമ്പോഴാണ് ഞാൻ കാണാൻ വന്നിട്ടുള്ളതും. അപ്പോൾ ഇരുന്ന് സുഖിച്ചിട്ട് എന്നെ കുറ്റം പറയാൻ വരണ്ട, വെച്ചിട്ട് പോടി. അരുൺ ഫോൺ വെച്ചു. അതുവഴി താൻ ചതിക്കപ്പെട്ടുവെന്ന് അശ്വതിക്ക് ബോധ്യമായി. അല്ലേലും എല്ലാം തൻ്റെ തന്നെ തെറ്റാണ്. അതിലാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തൻ്റെ ആത്മാർത്ഥമായ സ്നേഹം അവൻ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നോർത്ത് അശ്വതി ഒരുപാട് കരഞ്ഞു. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ചതി പറ്റാൻ പാടില്ല എന്ന് കരുതിയവൾ നടന്നതൊക്കെ മറക്കാൻ ശ്രമിച്ചു. പിറ്റേ മാസം അരുണിൻ്റെ കല്യാണം കഴിഞ്ഞു. അവൻ അമേരിക്കയിലേക്ക് പോയി. ആ സമയം അവൻ അറിഞ്ഞില്ല തന്നെക്കാൾ കോഴിയായ ഒരുവളെയാണ് തനിക്ക് കിട്ടിയതെന്ന്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.